Hello friends, welcome to our YouTube channel, The Cooktop Stories. ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പഫ്സ് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ 4 പഫ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട എടുക്കുക. അതിലേക്ക് മുട്ട മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതേ സമയം പഫ്സിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, ഇത് ഏകദേശം 150 ഗ്രാമോളം വരുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർത്ത് 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 1/4 ടീസ്പൂണിനേക്കാൾ കുറവാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. രണ്ട് മിനിറ്റ് വഴറ്റിയതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി വഴറ്റുക. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ മസാല പഫ് പേസ്ട്രി ഷീറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ റെഡിമെയ്ഡ് പേസ്ട്രി ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫ്രീസറിൽ വെച്ച പേസ്ട്രി ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനു മുകളിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയുടെ പകുതി വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മറ്റ് 2 പേസ്ട്രി ഷീറ്റും ചെയ്തെടുക്കാം. ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്ത് ഇതിനു മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പഫ്സ് നല്ല ക്രിസ്പി ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് 20 മിനിറ്റ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 25 to 30 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി എഗ് പഫ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് comment. For more videos, please subscribe to our channel and follow us on Instagram at the Cooktop Stories.